അസ്സലാമു പണ്ടൊക്കെ പറയുന്നേക്കാം ഈ ഇല നക്കിയവൻ്റെ ചെറി നക്കി. എന്തിനാണ് പറയുന്നറിയോ? ഈ രാജ്യത്ത്, ഈ നാട്ടിൽ പലപ്പോഴും പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, രാഷ്ട്രീയപരമായിട്ടായാലും അല്ലെങ്കിൽ മറ്റെന്തോ ആയാലും. പക്ഷേ ഈ വർഗീയതയുടെ പേരിൽ ഇപ്പം അങ്ങനെ എന്താവുന്നില്ല, പണ്ടത്തെ പോലെ അങ്ങനെ വലിയ ക്ലച്ച് പിടിക്കുന്നില്ല. മുമ്പൊക്കെ ഈ വർഗീയത വല്ലാതെ പ്രസംഗിക്കുകയും വർഗീയപരമായിട്ടുള്ള ആഹ്വാനങ്ങളും, പക്ഷേ ഒന്നും പറയാൻ കിട്ടാതിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണം എന്ന രീതിയിലേക്ക് പോവാണ് ചില പ്രത്യയശാസ്ത്രത്തിൻ്റെ ആൾക്കാർ. അങ്ങനെയാണ്. കാരണം അവർ ഇന്ന് എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും നേരെയാവുമൊന്നുമില്ല. ഈ നായയുടെ വാല് പന്തീരായിരം കൊല്ലം ഓടക്കോലിട്ടെടുത്താലും അത് പിന്നെയും വളയും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരൊക്കെ ഇനിയും ഒരു കാലത്ത് നന്നാകാൻ പോകുന്നില്ല. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയാണ്. അവർ പിൻപറ്റുന്ന, അവർ വിശ്വസിച്ച് പോരുന്ന, അവർ അനുധാവനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ഞാൻ പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ആ രാഷ്ട്രീയ ഏതാണ്. അപ്പോൾ അതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനാന്നുള്ളൊരു രീതി അങ്ങ് മാറി. അതിനൊത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പല വിഷയങ്ങളും അല്ലേ, കെ സുരേന്ദ്രൻ്റെ ആയാലും ശശികലൻ്റെ ആയാലും അവരൊക്കെ പച്ചക്ക് വർഗീയത തന്നെ പറയാം. അതുപോലെ പി സി ജോർജിൻ്റെ ആയാലും. അപ്പം ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒന്നുമില്ല, എന്താ പറയണ്ടേ, എന്തെങ്കിലും പറയണ്ടേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്ത് കഴിഞ്ഞ നോമ്പിന് മലപ്പുറത്ത് വെള്ളം കിട്ടുന്നില്ല, ഹോട്ടൽ പോലും ഇല്ല, ഭക്ഷണമില്ല. ഒരു വിഭാഗത്തിനെ നോമ്പുണ്ടെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണോ? ഇതെന്ത് ന്യായമാണെന്നൊക്കെ ചോദിച്ച് കെ സുരേന്ദ്രൻ ഒരു വിഷയം പറഞ്ഞാൽ തുടരെ അതിൻ്റെ ബാക്കി ആയിട്ടങ്ങനെ വെള്ളാപ്പള്ളി നടേശൻ, ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ ഈ രാജ്യത്ത്, ഈ നാട്ടിൽ എന്താണ് ഇതുകൊണ്ട് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് എന്ന് ഒരല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ നാട് എല്ലാ നിലക്കും സൗഹാർദ്ദപരമായി പോകുന്ന ഒരു നാടാണ്. ജാതീയതയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ ആർക്കും ആരെയും പൈ പറയാനൊന്നും നേരെയില്ല. സത്യം അതാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ അപ്പോഴും ഇതിങ്ങനെ ആയാൽ പറ്റില്ല, ഇത് പരസ്പരം തമ്മിലടിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അങ്ങോട്ട് വിടുക, എന്നിട്ട് അതും മതത്തിൻ്റെ മേലിൽ ചാർത്തി കൊടുക്കുക. പക്ഷെ എന്ത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇപ്പം പിന്നെ കുറച്ച് സമാധാനം പറയും. ഇപ്പം പറഞ്ഞാൽ ക്രിസ്ത്യന്മാരും ചേട്ടന്മാരും കൂട്ടുപിടിച്ചിട്ടുണ്ട്, അതിൽ ചേർത്തിയോണ്ട് വരെ സമാധാനമുണ്ട്. പൊതുവെ മുസ്ലിംസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. വിഷയം പറഞ്ഞൊന്നുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എന്തെങ്കിലുമായിട്ട് ഈ സമൂഹത്തിൻ്റെ ഇടയിൽ പറയണം, എന്നിട്ട് അതിനെ വേറെന്തെങ്കിലും തരത്തിലേക്ക് എത്തിക്കണം. എന്താണ് ഇവൻ്റെ തലയിലുള്ളത്? ഈ തലൻ്റെ ഉള്ളിൽ, തലക്കകത്ത് എന്തെങ്കിലും ഒരു സാധനം കളിമണ്ണായിപ്പോയില്ലേ? അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഭാഷ പറഞ്ഞ ചാണകം, ഉള്ള പച്ച ചാണകം അല്ലേ? നമ്മളൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിൻ്റെ ഒരു പാശ്ചാത്യൻ മോഡൽ രൂപത്തിൽ വന്നൊരു കാര്യം, ഒരു പാശ്ചാത്യൻ എന്താ പറയുക വിഭവമാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ആദ്യകാലത്തൊന്നുമില്ല, പിന്നീട് നമ്മുടെ നാട്ടിലേക്കും എത്തിപ്പെട്ട ഒരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ ഒരു വിഭവമാണ് എന്ത്? ഷവർമ്മ മാത്രമല്ല കേട്ടോ, പലപ്പോഴും മറ്റുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഒരു മോഡേൺ അല്ലെ ഒരു ഭക്ഷണത്തിൻ്റെ ഒരു മോഡേൺ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അത് ഷവർമ്മയായാലും ഷവായാലും മന്തിയായാലും എന്ത് തന്നെയായാലും അത് കാലോചിതമായിട്ട് നമ്മുടെ നാട്ടിലും അതിങ്ങനെ എന്താ പറയുക, ഇപ്പോൾ ഒരു സാധാരണ രീതിയിൽ സുലഭമായിട്ട് പോകുന്ന സംഗതിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കഴിക്കുന്ന ഒരു സംഗതിയാണ് ഭക്ഷണം ഷവർമ്മ എന്നുള്ളത്. ഷവർമ്മ അത് വലിയ കോമഡി ആയിട്ടുമുള്ളത്, മൂപ്പരും പ്രതിയായിട്ടുമുള്ളത് ആര്? ഷവർമ്മ. ഒരുത്തം പറയാണ് ഷവർമ്മ അല്ലേ, അത് കഴിച്ചിട്ട് അത് കഴിക്കാൻ പോകുന്ന ഹിന്ദുക്കളെല്ലാം ചത്ത തേച്ചും മരിച്ച തേച്ചും ഹിന്ദുക്കളാണ്, വേറെ ആരുമില്ല. മുഹമ്മദില്ല, സുബൈദില്ല, എണ്ണി പറയുന്നുണ്ട്. തോമസ് ഇല്ല, വല്ല സമാധാനം കേട്ടോ, തോമസിനെ പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ട് പറയും ഹിന്ദുവാണ് എല്ലാം ചാവുന്നത്. ഈ സാധനം എവിടുന്ന കാരം പൊട്ടിച്ച് വരുന്നത്? ഈ അടുത്ത് ഷവർമ്മ തിന്നിട്ട് മരണപ്പെട്ടവരൊക്കെ എല്ലാ പത്രങ്ങളിലൊക്കെ നമ്മളെ വായിച്ചറിഞ്ഞേ.
അത് ഏതെങ്കിലും അപൂർവമായിട്ടുണ്ടാവും അല്ലേ? കമ്പനി എടുക്കുന്ന ചില നല്ല നല്ല വണ്ടികൾ കത്തിപ്പോകുന്നില്ലേ? മാരുതിയുടെ ഏറ്റവും നല്ല വണ്ടിയാണ് മാരുതിയുടെ വണ്ടി. എത്ര നല്ല മാരുതി വണ്ടി കത്തിപ്പോയി ഒന്ന് അപൂർവമായിട്ട് കത്തിപ്പോകുന്നില്ലേ? ഇന്ന് കരുതി എല്ലാം മോശമാണെന്നോ? എന്ന പോലെ ഏതെങ്കിലും കടയിലോ ഒന്നെങ്കിൽ സംഭവം ശരി തന്നെയാണ്, എന്തെങ്കിലും തകർത്തി കാട്ടിക്കൂട്ടിയിട്ടുണ്ടാവും, അത് കഴിച്ചവർ മരണപ്പെട്ടിട്ടുണ്ടാവും. അത് മരണപ്പെട്ടവൻ്റെ മതം നോക്കിയിട്ട് ആരും പോയിട്ടൊന്നുമില്ല, അതിലെല്ലാവരും ഉണ്ടാവും അല്ലേ? പിന്നെ ഈ മരിക്കലും ജീവിക്കലും ഓരോരുത്തരുടെ തലവിധി പോലെയാണ്. അതിനെയും കൊണ്ടുപോയിട്ട് മതം ചാർത്തി. അപ്പോൾ ഷവർമ്മ അതിനെക്കുറിച്ചാണ് മൂപ്പർ പറയുന്നത്. വർമ്മയുടെ ഏതായാലും ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ മുമ്പ് ഈ ഈ ഈ മഴന്ത് പറയുന്നൊന്ന് കേൾക്കുക. ഏതാ ചങ്ങായി എന്നറിയില്ല, ആദ്യമായിട്ട് കാണുന്ന. ഓരോന്ന് കഴിയുമ്പോൾ ഇതോടെ തീരുമെന്ന് വിചാരിക്കും, പക്ഷേ പൊട്ടി മുളക്കുമെന്ന് പറയും. അപ്പോൾ ഏതായാലും ചങ്ങായി പറയുന്നൊന്ന് കേൾക്കുക. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല, പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. കേട്ടല്ലേ? ഇത് കഴിച്ചിട്ടല്ല ഹിന്ദുക്കളും, ഏത് ഹിന്ദുക്കൾ ഈ ഈ മതത്തിൻ്റെ അട്ടിപ്പാറെടുക്കാൻ മരിക്കുന്നവൻ്റെ കണക്ക് പോയിട്ട് മരിക്കുന്നവരുടെ ജാതി മതം നോക്കാൻ ഇയാളെ ഏൽപ്പിച്ചിന്. എടോ, കഴിച്ചാൽ ഓരോരുത്തരെ വിധി പോലെ ഉണ്ടാവും അല്ലേ? മായം കലർന്ന ഭക്ഷണം കഴിച്ചിട്ട് എത്രയോ ആൾക്കാർ മരിക്കുന്നില്ലേ? അപ്പോൾ ആ ഷവർമ്മേനെന്തായി? അതിലൊരു മതം ചോർത്തി കൊടുത്തി. അപ്പോൾ ചുരുക്കി പറഞ്ഞ മൂപ്പറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു തീവ്രവാദിയായി മാറി ഷവർമ്മ അല്ലേ? ഇജാതി മഴന്തകളിൽ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞിട്ട് ഇവിടെ കുട്ടിച്ചോറാക്കണം എന്ന് ആഗ്രഹിച്ച് വരുന്ന ആൾക്കാർ ഒരു വിഷയവും പറയാൻ കിട്ടുന്നില്ല. വിഷയദാരിദ്ര്യം എന്ന് പറയുന്നില്ലേ, അത് കണ്ടപ്പോൾ മൂപ്പറിങ്ങനെ ആലോചിച്ചിട്ട് എടുത്ത സംഗതിയാണ് ഷവർമ്മ. അതിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. കഴിച്ചതിൽ മരിച്ചതിൽ തോമസ് ഇല്ല, മുഹമ്മദ് ഇല്ല, ഒരു അബൂബക്കറില്ല, ഒരു മുഹമ്മദില്ല, ഇസ്മായിലില്ല, സുബൈദിയില്ല, ഇങ്ങനെ എണ്ണി പറയാണ്. എല്ലാം കഴിച്ച് ചാവുന്നത് തേച്ചും ഹിന്ദുക്കളാണ്, ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആ സാധനം. അങ്ങനെ എന്തിനേറെ പറയുന്നു പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഷവർമയും ഒരു നല്ല കറകളെന്ന തീവ്രവാദിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എന്ത് പറയാനാണ്? ഇമാതിരി സാധനങ്ങളെ കാരൂരി വിടുന്ന ഈ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ ഈ ചങ്ങായി പ്രതിനിധാനം ചെയ്യുന്ന ഈ പ്രത്യശാസ്ത്രം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനുള്ളിൽ തലക്കോളയില്ലാത്ത ഒറ്റൊരുത്തിന് ഇല്ലാണ്ട് ഇപ്പോഴൊന്നും ചിന്തിക്കും. വരുന്ന തേച്ചും ഇങ്ങനെയല്ലേ? നിങ്ങൾ വേക്കോട്ട് നോക്കിക്കോ. സുരേന്ദ്രൻ പൊട്ടത്തരം മാത്രം പറയും. പിന്നെന്താണ്? ഒട്ടകം ഗോപാലൻ എന്തോ വിളിക്കലുണ്ട്, വാ തുറന്ന മണ്ടത്തരം. പിന്നെ ശോഭ അല്ലേ, ശോഭ സുരേന്ദ്രൻ. ഇങ്ങനെ ഇപ്പോൾ വേറെ പുതിയ സാധനം നമ്മൾ എന്താ പറയുക, ഇപ്പം ചങ്ങനെ പേര് ഈ അടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ആ കൊളായ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇവരുടെ കൂട്ടത്തിൽ വാ തുറന്നാൽ കംപ്ലീറ്റ് പിന്നെ എല്ലാ ആൾക്കാരിലും കോമഡി ആവുന്ന രീതിയിൽ വേറെ സുരേഷ് ഗോപിനെ പോലത്തെ ഒരു സാധനം. ഈ കൂട്ടത്തിൽ തലക്ക് വെളിവില്ല ആരും ഇല്ലടേ എന്ന് ചോദിച്ചു പോകണം. കാരണം ഈ വാ തുറന്നു കഴിഞ്ഞാൽ എത്രത്തോളം സമൂഹത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നാട്ടിൻ്റെ ഇടയിൽ, ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ, ഒരു സമൂഹത്തിൻ്റെ ഇടയിൽ, സമുദായത്തിൻ്റെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമോ, പിളർപ്പുണ്ടാക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അത് മതരൂപത്തിലേക്ക് ഒരു വർഗീയപരമായിട്ട് അതിന് എത്രത്തോളം മുതലെടുപ്പ് നടത്താൻ പറ്റും, അതിലുള്ളത് മാത്രമേ ഇവരുടെ വായിന്ന് പുറത്ത് വരും. നല്ലതെന്തായാലും ഇവരുടെ വായിന്ന് പുറത്ത് വരില്ല. അതിനേറ്റവും ഉദാഹരണമല്ലേ, എന്തിനാണ് ഇതൊക്കെ പറയേണ്ട ആവശ്യം? ഈ ഒന്നുമില്ലാത്ത ഈ നേരത്ത് ഈ ഷവർമേനും പിടിച്ചിട്ടാണ് അവസാനം തീവ്രവാദത്തിലേക്ക് ഒരു മതത്തിൻ്റെ ഉള്ളിലേക്ക് മതത്തിൻ്റെ വേലിയിലേക്ക് എത്തിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് നിങ്ങൾ നോക്കിയേ. ഇങ്ങനെ തലക്കോളില്ലാത്ത ഇവന്മാരെ പോലത്തെ ആൾക്കാരാണല്ലോ ഇവരെ തലപ്പ് തിരിക്കുന്നത്. ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സങ്കടം. നല്ലതില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്നത് BJPൻ്റെ എന്നെപ്പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിത്വമാണ് അടൽ ബിഹാരി വാജ്പേയി അല്ലേ. അദ്ദേഹം BJP പ്രതിനിധാനം ചെയ്യുന്ന ആളാണെങ്കിലും
ആ ഒരു തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരുപോലെ കണ്ട് ഒരാളെയും വെറുപ്പിക്കാതെ ഒരാളെ കൊണ്ടും വെറുപ്പ് സമ്പാദിക്കാതെ പോയൊരു മനുഷ്യനാണ്. അതൊക്കെ ഒരു കാലം അത് കഴിഞ്ഞു പോയി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞ് പിന്നെ വരുന്ന ഇതുപോലത്തെ ഓരോ തലക്ക് വെളിവില്ലാത്ത ഓളമില്ലാത്ത ഓരോ സാധനങ്ങൾ വന്നിട്ട് ഇങ്ങനെ പറയും, പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. ഏതായാലും ഇനി ഇതൊന്നുമല്ല, ഇതിലും കട്ട സാധനങ്ങളൊക്കെ കാണേണ്ടി വരും. ഏതായാലും വരട്ടെ, വരുന്നത് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.